ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്ഥൂല ശരീരം പറഞ്ഞു, സൂക്ഷ്മ ശരീരം പറഞ്ഞു. അപ്പം ഈ മനസ്സും ശരീരവും, ശരീരം ഇരിക്കുന്നത്, സ്ഥൂല ശരീരം ഇരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്, വെച്ചാൽ മനസ്സിലാണ്. മനസ്സെന്ന് പറയുന്നത് ചിന്തകളാണ്. ഈ ചിന്തകൾ 4 വെറൈറ്റി ഉണ്ട്, 4 വിഭാഗമുണ്ട്. ഒന്ന് വികാരം, ദറ്റ് ഈസ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ചിന്തകൾ ഇങ്ങനെ 4ആയിട്ട് തിരിക്കുന്നു. ഈ നമ്മൾ അതിനെ മനസ്സെന്ന് മലയാളത്തിൽ അങ്ങ് പറയുന്നു. ശാസ്ത്രത്തിൽ പറഞ്ഞ അന്ധകരണമെന്ന്. അപ്പം ഈ അന്ധകരണം വെച്ചാൽ ഉള്ളിലുള്ള അന്ധകരണം, ഉപകരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരീരം പഞ്ചഭൂതത്തിൽ നിന്ന് വന്നിരിക്കുന്നു. ഈ മനസ്സ്, പിന്നെ അടുത്തത് മനസ്സാണ്. ഇത് രണ്ടുമാണ് നമുക്കറിയാവുന്ന ഘടകങ്ങൾ. അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നത് ചിന്തകളാണ്, ബോധചിന്തകൾ. ബോധചിന്തയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. ആ ബോധചിന്തയാണ് 4 തരത്തിലുള്ള ചിന്തകളുണ്ട്. ഇതിനെയെല്ലാം ചേർത്ത് അന്ധകരണം. ഇപ്പൊ ഇതിനെ ആദ്യം നമുക്ക് ഇതുണ്ട്. എനിക്ക് 2 ഉപകരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സ്ഥൂല ശരീരം, ഇത് അടുത്ത സൂക്ഷ്മ ശരീരം. 2 ശരീരങ്ങളായി. ഇത് രണ്ടും ഞാനല്ല യഥാർത്ഥത്തിൽ. അപ്പം എൻ്റെ ശരീരമുണ്ട്, ഇപ്പോൾ ഒരു മനസ്സ് വന്നു. ഇപ്പം നമ്മൾ ആദ്യം നമുക്ക് അറിയാവുന്നത് നെക്സ്റ്റ് മൈൻഡ് വരെയേ ഉള്ളൂ, മനസ്സ് വരെയേ ഉള്ളൂ. ഈ മനസ്സെന്ന് പറയുന്ന 4 തരത്തിലുണ്ടെന്ന് നമുക്ക് ഇപ്പം മനസ്സിലായി. അന്ധകരണം എന്ന് ഇതിനെ പറയുന്നു ശാസ്ത്രത്തിൽ. സംസ്കൃതത്തിൽ ഇതിനെ അന്ധകരണം എന്ന് പറയുന്നു. ഈ ചിന്തകൾ വരുന്നത് ഞാൻ പറയുന്നില്ല, അവിടം വരെയാ പറഞ്ഞത്. സംസ്കാരത്തിൽ നിന്ന്, നമ്മുടെ വാസനയിൽ നിന്ന്. ഓരോരുത്തരുടെയും സംസ്കാരം, വാസന, ഇതിൽ നിന്നാണ് നമുക്ക് ചിന്ത വരുന്നത്. ഓരോരുത്തരും ഓരോ യുണീക്കായിട്ടുള്ള വാസന ഉള്ളവരാ. അപ്പോൾ അവരവരുടെ വാസന അനുസരിച്ച് നമ്മുടെ ഓരോ പ്രകൃതങ്ങളും ചിന്തകളും എല്ലാം വരുന്നു. അപ്പം ഈ ചിന്ത വരുന്ന വാസനയിൽ നിന്നാണ്. ഇപ്പൊ ഈ സൂക്ഷ്മ ശരീരം, ഇപ്പൊ സൂക്ഷ്മ ശരീരത്തിന്റെ ഉറവിടം എൻ്റെ വാസനയാണ്. വാസന എന്ന് വെച്ചാല് സംസ്കാരം, സ്വഭാവം, അല്ലെങ്കിൽ കർമ്മഫലം. ഈ കർമ്മഫലമാണ് അതിനെ പറയുന്നത് സഞ്ചിത കർമ്മം എന്നാണ് പറയുന്നത്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ജന്മത്തിൽ ജനിച്ചപ്പോൾ കൊണ്ടുവന്ന വാസനയെ പറയുന്നത് സഞ്ചിത കർമ്മം. അപ്പോൾ അതുവരെയുള്ള ജന്മങ്ങളിൽ ഞാൻ ആർജിച്ചു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം, അതാണ് എൻ്റെ വാസന. എനിക്ക് പല നല്ലതും ചീത്തയും ഒക്കെ ചെയ്ത് നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും ചെയ്ത് അതിൻ്റെതായ ഒരു വാസന, എനിക്ക് സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സംസ്കാരം അതിനാണ് പറയുന്നത്. നമ്മളിങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആ ശരീരം വിട്ടപ്പോൾ എന്നിലുണ്ടായിരുന്ന നെറ്റ് വാസനയാണ്. ചില അവസാനം ഞാൻ കൊണ്ടുവന്ന എല്ലാം കൂടെ ആ ഒരു സഞ്ചിതം, ഞാൻ ആ ജന്മം വരെ ആർജിച്ച വാസനകളെ ഞാൻ ആ ശരീരം വിട്ടപ്പോൾ കൊണ്ടുവന്നിരിക്കുക. ആ ശരീരം വിട്ടു. ഇപ്പൊ സൂക്ഷ്മ ശരീരവും ഈ കാരണ ശരീരവുമാണ് നമ്മുടെ ശരീരം വിട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സഞ്ചിത കർമ്മമാണ് എൻ്റെ ഈ വാസനയായിട്ടിരിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സഞ്ചിത കർമ്മം, അതിനെ പ്രാരബ്ധം എന്ന് പറയും. ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വാസന എന്തുവാ? എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെയാണ്, അനുകൂല പ്രതികൂല സാഹചര്യങ്ങളാണ്. എനിക്കുണ്ടാവുന്ന അനുകൂല പ്രതികൂല സാഹചര്യങ്ങളും എന്നിൽ കൂടെ ഇഷ്ടാനിഷ്ടങ്ങളും. എന്നിൽ കൂടെ അത് ഇഷ്ടാനിഷ്ടങ്ങളായിട്ടും പ്രകടമാകുന്നു, വെളിയിൽ കൂടെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളായിട്ടും വരുന്നു. ഇതിന്റെ കാരണം എൻ്റെ സഞ്ചിത കർമ്മമായിരുന്നു. ഈ സഞ്ചിത കർമ്മം അത് പ്രാരബ്ധമായി. ഇപ്പൊ ഈ ജനിച്ചപ്പോഴത്തേക്ക് ആ സഞ്ചിത കർമ്മത്തിനെ പറയുന്നത് പ്രാരബ്ധം എന്ന്. അതാണ് കർമ്മഫലം. ആ സഞ്ചിത കർമ്മമാണ് എൻ്റെ ജന്മത്തിന് കാരണമായത്. ഇപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സഞ്ചിതം എൻ്റെ പ്രാരബ്ധമായിട്ട് എൻ്റെ ആയിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട നല്ലതും ചീത്തയുമായുള്ള അനുഭവങ്ങൾ, അതിനെ പറയുന്നതാണ് പ്രാരബ്ധം. ഇപ്പൊ ഇതാണ് കാരണ ശരീരം എന്നിലിരിക്കുന്നത്. അപ്പൊ ഈ ചിന്തകൾ വന്നേക്കുന്നത് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന് സഞ്ചിത കർമ്മം പ്രാരബ്ധമായത്, അതിൽ നിന്നാണ് എൻ്റെ ചിന്തകൾ വരുന്നത്. അപ്പം ഇതിനെ പറയുന്ന പ്രാരബ്ധം, ദാറ്റ് ഈസ് ഈ എൻ്റെ കർമ്മഫലം ഈ 3 ഗുണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. സത്വം, രജസ്, തമോ ഗുണം. എല്ലാവരിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് 3ഉം കൂടെ ഈ വാസനയിലുണ്ട്. ഇത് 3ഉം കൂടെ ചേർന്ന് ഈ ഗുണങ്ങളോട് കൂടിയ വാസനയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സത്വഗുണം എന്ന് പറഞ്ഞാൽ വളരെ സ്വാത്വികമായ, വളരെ നല്ല നോബിളായിട്ടുള്ള എൻ്റെ ഭാവമാണ്. രജോ ഗുണം എന്ന് വെച്ചാൽ
നമ്മൾ അഗ്രസീവായിട്ട് ഭയങ്കര കർമ്മങ്ങൾ ചെയ്യാൻ ഭയങ്കര നമ്മൾ ഉത്സുകരായിട്ട് എപ്പോഴും ഊർജ്ജസ്വലായിട്ടിരിക്കുന്ന ആ ഒരു നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആ മനോഭാവം, എന്തിനും റെഡിയായിട്ട് ആ ഒരു മനോഭാവം, ഭയങ്കര ആർജവത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഭാവം രജോ ഗുണം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആലസ്യമാണ്. ആലസ്യത്തിലാണ്ട് കിടക്കും. അത് തമോ ഗുണം തന്നെ ക്രൂരമായിട്ടുള്ള മനസ്ഥിതിയുണ്ട്. വളരെ ക്രൂരമായി ഇരിക്കുന്ന മനസ്ഥിതിയെയും വളരെ ആലസ്യമായിരിക്കുന്ന മനസ്ഥിതിയെയും റെപ്രസെന്റ് ചെയ്യുന്ന തമോ ഗുണം. ഇതെല്ലാവരിലും ഉണ്ട്. ഈ 3 ഗുണങ്ങളുടെ ഒരു സമ്മിശ്രമാണ് എല്ലാവരിലും ഉള്ളത്. അതിൻ്റെ പ്രപ്പോർഷൻ ഡിഫറെൻ്റാണ്. സോ ഈ ത്രിഗുണങ്ങൾ, 3 ത്രിഗുണങ്ങൾ എന്നാണ് പറയുന്നത്. 3 ഗുണങ്ങൾ: സത്വം, രജസ്, തമോ. സത്വം, രജസ്, തമസ്. അപ്പൊ ഈ 3 ഗുണങ്ങളോട് ചേർന്നതാണ് എല്ലാവരിലും. അതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാവും. നമ്മൾ ചില മൊത്തം പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ അവർ സാത്വികരായിരിക്കും. ചിലർ വളരെ 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 നല്ല ഒരു മനസ്ഥിതിയും ക്ഷമാശീലവും വളരെ ടോളറൻസും ഒക്കെയുള്ള ഇങ്ങനെ സഹനശക്തിയൊക്കെ ഉള്ളവരായിരിക്കും. അവർ നമുക്ക് നമ്മൾ പറയാം അവരെ ഭയങ്കര സ്വാത്വികരാണ്. കാരണം നല്ല ശരിക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും വളരെ തന്മയത്വമായിട്ട് പെരുമാറാനും ഈ ദൈവികമായിട്ടുള്ള ഈ നമ്മളിലുള്ള ഒരു ദൈവികതയുണ്ട്. അങ്ങനെയുള്ളവർ. അപ്പം ആ ഗുണം കൂടുതലായിരിക്കും. രജോ ഗുണവും തമോ ഗുണത്തിനെക്കാട്ടിലും മറ്റേത് ഗുണം ആദിക്യം അതിനായിരിക്കും കൂടുതൽ. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ സാത്വികരായിട്ട് കാണുന്നു. ഈ സ്വാത്വികരിൽ തന്നെ രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. അതുപോലെ ചിലവര് ഭയങ്കര അഗ്രസീവായിട്ട് ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, വളരെ ഊർജ്ജസ്വലമായിട്ട് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കും. അവര് രജോ ഗുണ പ്രധാനിയാണ്. രജോ ഗുണം മാത്രമല്ല, രജോ ഗുണത്തിന്റെ ആധിക്യം കൂടുതലായിരിക്കും. അവരിൽ തന്നെ സാത്വികവുമുണ്ട്, തമോ ഗുണവുമുണ്ട്. ചിലര് കണ്ടില്ലയോ, ചിലത് തണുപ്പൻ രീതിയായിരിക്കും എല്ലാവരുടെയും. അവരുടെ ഈ തമോ ഗുണക്കാരുടെ ഒരു ആലസ്യം, ഒരു വളരെ ഒന്നുമില്ല, അല്ലെങ്കിൽ വളരെ ഗുണ്ടായിസം കണ്ടിട്ടില്ലേ, ഭയങ്കര ക്രൂരമായിട്ടുള്ള. ഇത് രണ്ടും തമോ ഗുണത്തിൽ വരുന്നതാണ്. അപ്പം ഇതെല്ലാം ഈ 3 ഗുണങ്ങളും എൻ്റെ വാസനയും കൂടെ ചേർന്നാണ് എൻ്റെ കാരണ ശരീരമായിട്ടിരിക്കുന്നത്. ഇത് അവ്യക്തമായ സ്റ്റേജാണ്. ഇപ്പോൾ ഈ ഞാനെന്ന വ്യക്തിയുടെ അവ്യക്തമായ സ്റ്റേറ്റാണ് ഈ കാരണ ശരീരം. അതാണ് എൻ്റെ ജന്മത്തിനും കാരണമായിരിക്കുന്നത്. ഈ കാരണ ശരീരം ഈ ജീവാത്മാവിൻ്റെ അവ്യക്തമായ രൂപമാണ്. ഇതിലോട്ട് ഇത് ഇപ്പം 3 ഘടകങ്ങളെന്ന് പറഞ്ഞു: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ 3 ശരീരങ്ങളും കൂടെ ആയാൽ ഞാൻ ആകുന്നില്ല. ഇതെപ്പോഴാണ് ഞാൻ ഈ ജീവാത്മാ ആവുന്നത്? ഇത് 3 ഇങ്ങനെ ഡോർമെന്റ് ആയിട്ടിരിക്കുക. ഈ ജീവചൈതന്യം, പരമാത്മ ചൈതന്യം ഇതിലോട്ട് പ്രവഹിക്കുമ്പോഴാണ് ഇതിങ്ങനെ പ്രകടമാവുന്നത്. ജീവാത്മാവ് ഈ ജനന സമയത്ത് ആ ഗർഭത്തിൽ എംബ്രിയോ ആയിക്കഴിഞ്ഞാൽ ആ ജീവൻ അവിടെ പതുക്കെ അത് ഡെവലപ്പ് ആകുക. ഈ പരമാത്മ ചൈതന്യം അതിലോട്ട് വന്നു കഴിഞ്ഞു. ഈ ചൈതന്യം ആവുമ്പോഴാണ് അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. അതുവരെ അത് ഡോർമൻ സ്റ്റേജിലാണ്. ഈ കാരണ ശരീരത്തിൽ, ഈ ജീവാത്മാവ് കാരണ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ അതിനിങ്ങനെ ഇതിലുള്ളൊന്നുമില്ല. അതിങ്ങനെ ഡോർമൻ സ്റ്റേജിലിരിക്കുക. ഒരു വിത്ത് മുളയ്ക്കുന്നു. ആ ഒരു വളർച്ചൊരു ചെടിയായിട്ട് വരുന്നു. അതിൻ്റെ ആ പൊട്ടൻഷ്യൽ, അതിൻ്റെ ആ ഗുണം അതിങ്ങനെ ഡോർമൻ സ്റ്റേജിൽ ആ വിത്തിലിരിക്കുക എന്ന് പറയുന്ന പോലെ ജീവാത്മാവായ ഞാൻ, എൻ്റെ അവ്യക്തമായ സ്റ്റേജ് കാരണ ശരീരമാണ്. സഞ്ചിത കർമ്മം ആണ് ഞാൻ ഈ ജന്മത്തിൽ വന്നത്. അത് പ്രാരബ്ധമായിട്ടിരിക്കുന്നു. അതാണ് ഞാൻ ശരിക്കുമുള്ള അവ്യക്തമായ സ്റ്റേജ്. ഈ ജീവാത്മാവിൻ്റെ ഈ നമ്മുടെ മനസ്സിനെ പോലും നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ മനസ്സെന്നുള്ളൊരു വസ്തു ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ജീവാത്മാവ് മനസ്സുമല്ല, ശരീരവുമല്ല, ഈ കാരണ ശരീരമാണ്. ഈ ജീവാത്മാവിൻ്റെ അവ്യക്തമായ സ്വരൂപമാണ് ഈ കാരണ ശരീരം. ഈ കാരണ ശരീരം എന്ന് വെച്ചാൽ ഈ 3 ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ്. അപ്പം എൻ്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ജന്മം ആ ശരീരം വിട്ടപ്പോഴേ ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ആയിട്ട് ആ ജീവാത്മാവ് യാത്രയായിരിക്കുക. എന്നിട്ട് വേറൊരു സാഹചര്യത്തിൽ, വേറൊരു അച്ഛനും അമ്മയ്ക്കും വേറൊരു സാഹചര്യത്തിൽ, ആ സഞ്ചിത കർമ്മമാണ് ഏത് സാഹചര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ നെറ്റ് റിസൾട്ടന്റ് കാർമിക് എഫക്റ്റിലാണ് നമ്മൾ ജനനം എടുക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ നല്ലതും പുണ്യവും പാവവും ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ലതും ചീത്തയും എല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു നെറ്റ് റിസൾട്ടന്റ് ആണ് എൻ്റെ സഞ്ചിത കർമ്മം. അതിനനുസരിച്ചാണ് എവിടെ ജന്മം എടുക്കണം, ഏത് അച്ഛനും അമ്മയ്ക്കും ഏത് സാഹചര്യത്തിൽ, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന എൻ്റെ സഞ്ചിത കർമ്മമാണ്. അപ്പം ആ സഞ്ചിത കർമ്മം അനുസരിച്ച് ഞാനൊരിടത്ത്
ഒന്ന് ജനനം എടുക്കുന്നു. ആ ജനനത്തോടുകൂടി ആ സഞ്ചിതം പ്രാരബ്ധമായിട്ട് മാറും. കാരണം ആ ജന്മത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടത് കൊണ്ട് ആ ജന്മത്തിൽ ഒക്കാത്തതാണെങ്കിൽ ബാക്കി സഞ്ചിതമായിട്ട് വിരിക്കും. അപ്പം പ്രാരബ്ധത്തിലുണ്ട് സഞ്ചിതവും നമ്മുടെ ഈ ജന്മത്തിന്. ഈ ജന്മത്തിലായിരിക്കത്തില്ല, ഈ ജന്മത്തിൽ വിട്ടിട്ട് പിന്നെയും സഹായിക്കേണ്ടതുണ്ടാവും. ഈ ശരീരം കൊണ്ട് സാധിക്കേണ്ട ആഗ്രഹങ്ങളല്ല, അല്ലെങ്കിൽ കർമ്മഫലമല്ല ഇരിക്കുന്നതെങ്കിൽ അത് ഈ പ്രാരബ്ധത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രാരബ്ധം എന്ന് പറയുന്നു. എൻ്റെ പ്രാരബ്ധമാണ് നമ്മൾ പറയത്തില്ലേ. അപ്പം ഈ ജീവാത്മാവിൻ്റെ സൂക്ഷ്മഭാവമാണ് കാരണശരീരം. ഈ കാരണശരീരം എന്ന് വെച്ചാൽ എൻ്റെ കർമ്മഫലം. ഈ ജീവാത്മാവ് ഇങ്ങനെ ഡെവലപ്പ് ആവുമ്പോഴേ ഈ നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മഫലങ്ങൾ എനിക്ക് അനുഭവിക്കണം. അതെങ്ങനെ അനുഭവിക്കുന്നു? ഈ സൂക്ഷ്മ ശരീരം അന്ധക്കരണം മൂലവും സ്ഥൂല ശരീരവും കൂടെയാണ് ഈ ജീവാത്മാവ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ഈ ജീവാത്മാവിന് കർമ്മഫലം അനുഭവിക്കേണ്ടതുണ്ട്. അപ്പം ഈ ജീവാത്മാവ് എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഈ പരമാത്മ ചൈതന്യം ഇതിൽ റിഫ്ലക്റ്റ് ആവുമ്പോഴേ അന്ധക്കരണത്തിൽ കൂടെ സ്ഥൂല ശരീരത്തിൽ കൂടെ അത് കർമ്മങ്ങളായിട്ട് പ്രകടമാവുന്നു. ഇതാണ് നമ്മുടെ ജീവിതം. ഈ ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ നമ്മൾ ഈ അനുഭവങ്ങളെ അനുഭവിക്കുന്നു. നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് അതിൻ്റെ ഫലവും അനുഭവിക്കുന്നു. അപ്പം ഇതാണ് എൻ്റെ ജീവിതം. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ജീവാത്മാവെന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യൻ്റെ അംശം ഞാൻ കൊണ്ടുവന്ന വാസനയിൽ പ്രതിഫലിക്കുമ്പോൾ ഈ ജീവാത്മാവ് പ്രകടമാവുന്നു. ജീവാത്മാവെന്ന് പറയുന്നത് പരമാത്മ ചൈതന്യൻ്റെ അംശം വാസനയോട് ചേർന്നിരിക്കുമ്പോൾ അതിനെ ജീവാത്മാവെന്ന് പറയുന്നു. പരമാത്മ ചൈതന്യൻ്റെ അംശം ഒരു പാർട്ട്, കാരണം അതൊരു പാർട്ട് വെച്ചാൽ കുറച്ചുകൂടി മാറിയിരിക്കുകയല്ല. ഇതിങ്ങനെ ആ പരമാത്മ ചൈതന്യം യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജിയാണ്. എൻ്റെ ശരീരത്തിൽ കൂടെയും എല്ലാവരുടെ ശരീരത്തിൽ കൂടെയും എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായി എല്ലാത്തിൽ കൂടെയും അത് കടന്നു പോകുന്നു. ദേശകാല പരിമിതികളില്ലാതെ. എന്നുവെച്ചാൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അതിനൊരു ഇതില്ല, കണ്ടിന്യൂറ്റിയാണ്. അതിലാണ് ഈ പ്രപഞ്ചം എല്ലാം പ്രകടമായത്. പ്രപഞ്ചം വെച്ചാൽ പ്രകടമായതാണ്. അതിനുമുമ്പ് അത് പരമാത്മ ചൈതന്യം മാത്രമായിരുന്നു. അതിൽ നിന്നും പ്രകടമായി ഈ പ്രപഞ്ചം. അതിനെയാണ് പുരുഷനും പ്രകൃതി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇതൊരു കോംപ്ലിമെന്ററി ചിത്രമാണ്. നമ്മൾ ആ വിശാലമായിട്ട് അതിലോട്ട് പോകണ്ട. നമുക്കിപ്പോൾ പറയാം, നമുക്ക് ഈ പരമാത്മ ചൈതന്യം, ഈ ഈശ്വര ചൈതന്യത്തിലാണ്, ഈശ്വര ചൈതന്യമാണ് എൻ്റെ വാസനയിൽ പ്രതിഫലിക്കുമ്പോൾ അതിങ്ങനെ പ്രകടമാകുന്നു. എങ്ങനെ പ്രകടമാകുന്നു? സൂക്ഷ്മ ശരീരത്തെ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെയും അത് പ്രകടമാകുന്നു കർമ്മങ്ങളായിട്ട്. നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങും. ഈ ജീവാത്മാവെന്ന് പറയുന്നത് പരമാത്മ ചൈതന്യത്തിൻ്റെ ആ ചൈതന്യമായിട്ട് കണക്ഷൻ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. ആ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശം അതിനുമായിട്ട് കണക്ഷൻ ചെയ്യുമ്പോഴാണ് ഇത് ജീവാത്മാവുന്നത്. അല്ലെങ്കിൽ അത് ജഡമായിട്ടിരിക്കും, അതിങ്ങനെ ഡോർമൻ സ്റ്റേജിലിരിക്കും, അതിനൊന്നും തനിയെ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെല്ലാം നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ ബുദ്ധി കൊണ്ട് ചെയ്തു, എൻ്റെ കഴിവാണ്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. ഈ ഈശ്വരൻ എന്നിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾക്ക് അറിയുന്നില്ല. എൻ്റെ കഴിവാണ്, ഞാൻ എന്നുള്ളൊരു ഭാവം അവിടെ ഡെവലപ്പായി. ഇതൊക്കെ ഒരു ഇല്യൂഷനാ. ഞാനെന്നൊരു വ്യക്തി ഇല്ല, ഞാൻ ഈശ്വരനാ. എനിക്കങ്ങനെ തോന്നാൻ കാരണം എന്താ? എൻ്റെ ഈ കർമ്മഫലമാ. ഈ കർമ്മഫലം കാരണം ഞാൻ ഒരു പ്രത്യേക വ്യക്തിയായിട്ട് മാറുക. ഞാൻ ഈശ്വരൻ തന്നെ. അത് നമുക്ക് അറിയുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഭൗതികത്തിൽ ഇരുന്നതെല്ലാം കഴിയുമ്പോൾ ഈ സത്യങ്ങളെ നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പം ഈ പരമാത്മ ചൈതന്യമായ ഞാൻ സഞ്ചിതമായി ആർജിച്ചു കൂട്ടിയ വാസനയിലൂടെ പ്രതിഫലിച്ചപ്പോൾ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളായി. ഇപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞത് ഇഷ്ടാനിഷ്ടങ്ങളുള്ള ഒരാളല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ നിർഗുണം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നിർഗുണ പരബ്രഹ്മം, നിർഗുണമാത്. അത് നല്ലതുമല്ല ചീത്തയുമല്ല. നമ്മളിത് ഈ വേർഡുകൾ കേട്ടിട്ടുണ്ട്, നിർഗുണ പരബ്രഹ്മം. എന്തോ അതിൻ്റെ അർത്ഥം? ഈശ്വരന് ആരോടും ഇഷ്ടവും ഇല്ല, ദേഷ്യവും ഇല്ല. അത് ഗുണമില്ല. അതൊരു പവർ, അതൊരു ശക്തിയാണ്. ഇപ്പൊ സൂര്യന്റെ സൂര്യന് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ ദേഷ്യമുണ്ടോ? അപ്പൊ സൂര്യന്റെ പ്രഭാവത്തിൽ എല്ലാം നടക്കുന്നു. പക്ഷെ സൂര്യന്റെ പ്രഭാവത്തിൽ നടക്കുന്നത്, സൂര്യൻ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. പക്ഷെ ഈ ആ സൂര്യവർജ്ജത്തിൽ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ആ ചൂടില്ലാതെ നമുക്ക് നമ്മുടെ ശരീരമായാലും ഒരു ജീവികളും വളരാൻ പറ്റത്തില്ല. ഇതെല്ലാം പഞ്ചഭൂതത്തിൽ ആവശ്യമാണ് എനർജി.
പഞ്ചഭൂതത്തിന്റെ ഒരു ഘടകമാണ് ഈ ചൂട്. അപ്പൊ ഇതിലാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഏത് പവറിലാണ്? പരമാത്മ കോൺഷ്യസ് എനർജിയിലാണ്. ഈ കോൺഷ്യസ് എനർജി ഇല്ലെങ്കിൽ ഈ കോസ്മിക് എനർജി കൊണ്ട് നമുക്കൊന്നും നിലനിൽക്കാൻ പറ്റത്തില്ല. ആ കോൺഷ്യസ് എനർജി നമ്മളിൽ നിന്ന് ഡിസ്കണക്ട് ആയാൽ അത് എങ്ങോട്ടും പോകത്തില്ല. നമ്മുടെ മരണസമയത്തും ആ പരമാത്മ ചൈതന്യം എൻ്റെ ഈ ശരീരത്തിന് ഡിസ്കണക്ട് ആയിട്ട് അത് ഇങ്ങോട്ടും അതിനെ അടുത്ത പ്രവർത്തനം ആരംഭിക്കും. എന്തുവാ? എൻ്റെ ശരീരം ജീവനത്തൊടുത്തോളം കാലം എൻ്റെ ജീവമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കും, അല്ലെങ്കിൽ അതുപോലെ പ്രകടനങ്ങൾ നടക്കും. ഈ ശരീരത്തിന് ഞാൻ ഉപേക്ഷിച്ചല്ലോ, ഈ പരമാത്മ ചൈതന്യം അടുത്തത് ഈ ശരീരത്തിനെ ദഹിപ്പിക്കാനുള്ള, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ, അത് ബാക്ടീരിയയും എന്തെല്ലാം പ്രവർത്തിക്കും. ഈ ശരീരത്തിന് അടുത്ത പ്രവർത്തനം അത് തുടങ്ങിക്കഴിഞ്ഞു. അല്ലാതെ ഈ പരമാത്മ ചൈതന്യം എങ്ങോട്ടും പോകാനാകത്തില്ല. അപ്പൊ നമ്മൾ തന്നെ ഒരു ജീവനോടിരിക്കുമ്പോൾ ജീവാത്മഭാവത്തിലുമുണ്ട്, ഞാൻ പരമാത്മഭാവത്തിലുമുണ്ട്, രണ്ടുമുണ്ട് എന്നിൽ. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതും ഈ പരമാത്മ ചൈതന്യത്തിന്റെ പ്രസൻസിലാണ്. പക്ഷെ ചെയ്തു കൂട്ടുന്നത് പരമാത്മാവല്ല ചെയ്യുന്നത്. ജീവാത്മാവായ ഞാൻ ചില വാസനാബദ്ധനായ, വാസനയിൽ മുഴുകിയ ഞാനാ ചെയ്യുന്നേ, അവിവേകത്തില്ല. അതിനെ പറയുന്ന അവിവേകം, അജ്ഞാനം. ഈ വാസന എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്, ഒരു മറയാണ്. എന്തിനെ മറയ്ക്കുന്നു? എന്നിലുള്ള ഈശ്വര ചൈതന്യത്തിനെ മറയ്ക്കുന്നു. ഈ വാസനാമറ കാരണം ഞാൻ അറിയുന്നില്ല ഞാൻ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശമാണെന്നുള്ളത് ഞാൻ അറിയുന്നില്ല. അതാണ് എൻ്റെ അജ്ഞാനം. നമ്മള് ഞാൻ പറഞ്ഞു 3 ഘടകങ്ങളുണ്ട്. പക്ഷെ ഈ 3 ഘടകങ്ങളോട് ഇരുന്നാൽ കൂടി ഞാൻ ആകുന്നില്ല. എന്നുവെച്ചാൽ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇത് 3 കൂടെ ആയാൽ ഞാൻ ആകുന്നില്ല. എപ്പോഴാണ് ഈ ജീവാത്മാവ് പ്രകടമാവുന്നത്? ഈ പരമാത്മ ചൈതന്യന്റെ അംശം ഇതിലുമായിട്ട് കണക്ട് ആകുമ്പോൾ, ആ ജീവചൈതന്യം പകരുമ്പോൾ, ജീവചൈതന്യം വെച്ചാൽ പരമാത്മ ചൈതന്യത്തിന്റെ അംശം, എന്നിലൂടെ അതിനെ ജീവചൈതന്യം എന്ന് പറയുന്നു. അപ്പോഴാണ് ഞാൻ ഈ ജീവാത്മാവ് പ്രകടമാകുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് എൻ്റെ വാസനയിലുള്ള കാര്യങ്ങൾ പ്രകടമാകും. ഓരോരുത്തരുടെ വാസനയിലുള്ള കാര്യം പ്രകടമാകും. നമ്മളെ എല്ലാവരും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ വാസനകളാണ്. നമ്മൾ ഓരോരുത്തരും ആർജിച്ച് വന്ന വാസനകൾ ഡിഫറൻ്റാ. അപ്പം അതിനനുസരിച്ച് എൻ്റെ സ്വഭാവം മാറും. ഇതാണ് എന്നെ ഈശ്വരനുമായിട്ട് മറയ്ക്കുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും നമുക്കിപ്പോൾ ഈ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ഋഷീശ്വരന്മാർ പറഞ്ഞേക്കുന്നത് അവരിതെല്ലാം അനുഭവിച്ചതാണ്. ഇതിനെയെല്ലാം താണ്ടി അവർ ഈശ്വരനോട് ലയിച്ചവരാണ്, എന്നുവെച്ചാൽ മോക്ഷത്തിൽ പോയവരാണ്. മരണത്തിന് ശേഷം കിട്ടുന്ന ഒരു അവസ്ഥയല്ല ഈ മോക്ഷാവസ്ഥ. മരിക്കുന്നതിന് നമുക്ക് മോക്ഷം കിട്ടിയിരിക്കണം. മരിക്കുന്നവരെ കിട്ടിയില്ലെങ്കിലോ? എനിക്ക് മരിക്കുന്നവരെ മോക്ഷം കിട്ടിയില്ല എന്ന് വെച്ചാൽ എന്തുവാ? ഞാൻ എൻ്റെ വാസനകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വാസനകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വാസനയുടെ റിസൾട്ടന്റ് പ്രകാരം, അതിൻ്റെ എഫക്റ്റ് പ്രകാരം ഞാൻ ഏതോ ഒരു ശരീരത്തിലോട്ട് ഞാൻ പോകും. പിന്നെയും ജന്മം എടുക്കേണ്ടി വരും. വേറെ ശരീരങ്ങൾ കൂടി ഞാൻ യാത്ര ചെയ്യേണ്ടി വരും. അപ്പം എൻ്റെ വാസന നിർമ്മാർജ്ജനം ചെയ്യുന്ന മാത്രമേ, പൂർണ്ണമായി ചെയ്താൽ മാത്രമേ എനിക്ക് ആ മുക്തി എന്ന് വെച്ചാൽ സ്ഥിരമായ ശാന്തത, ആ ഒരു സ്ഥിരമായ, അതിന് പിന്നെ മാറ്റമില്ല. ഇപ്പം നമുക്ക് ചില സ്വസ്ഥതകൾ വന്നാൽ നമുക്ക് ശാന്തത വന്നു, അത് എത്ര നേരം നിലനിൽക്കും ആ ശാന്തത? മറ്റേ ഈ മോക്ഷാവസ്ഥ അങ്ങനെയല്ല. അവിടെ പിന്നെ നമുക്ക് ആ ശാന്തത പെർമനന്റ്, ആർക്കും അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. പെർമനന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, പീസ്. അതാണ് സച്ചിത് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം, ചിരിക്കുന്ന ഒരു അവസ്ഥയല്ല, കണ്ടന്റഡ് അവസ്ഥ, തൃപ്തികരമായ വെച്ചാൽ അതിന് ഇളക്കമില്ല. അത് ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയിട്ട് വേണം ഈ ശരീരം വിടാൻ. അല്ലെങ്കിലോ ഇപ്പൊ ഈ ആത്മസാക്ഷ്യം കിട്ടിയ ഒരാള് ഈ ശരീരം വിട്ടാൽ പിന്നെ അയാൾക്ക് ജന്മമില്ല. പിന്നെ ഈശ്വരൻ ലയിച്ചു കഴിഞ്ഞു. ഇല്ല, മരത്തിൽ നിൽക്കുന്ന ഒരു ഇല ഉണങ്ങുന്ന പോലെ, ഉണങ്ങിയാലും അതവിടെ നിൽക്കും. അതിൻ്റെ പച്ച നിറം ആ സമയത്താണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ക്ലോറോഫിൽ ഉള്ളപ്പോഴാണ് അതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത്. ആ മരമായിട്ടുള്ള ആ മരത്തിൻ്റെ വളർച്ചയ്ക്കുള്ള ആക്ടിവിറ്റി നടക്കുന്നത് ഓരോ ഇലയിലും ഈ ക്ലോറോഫിൽ ഉള്ളപ്പോഴാണ്. അത് ക്ഷയിച്ചു കഴിഞ്ഞാലോ, ആ ഇലയുടെ കപ്പാസിറ്റി ചിലത് ക്ഷയിച്ചു കഴിഞ്ഞാൽ അത് പഴുത്ത് അത് ഉണങ്ങിയാലും ഉടനെ വീഴുവോ? അതൊരു കൃത്യസമയത്താവുമ്പോഴേ അത് വീഴത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ജന്മം ഇരിക്കുമ്പോൾ മനുഷ്യജന്മത്തിൽ കൂടെ മാത്രമേ ആത്മസാക്ഷാത്കാരം കിട്ടാൻ പറ്റുള്ളൂ. പക്ഷെ ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ട് അതിൻ്റെ പ്രാരബ്ധം അവസാനിക്കുന്ന, ഈ ശരീരത്തിന് പ്രാരബ്ധം
പൊയ്ക്കൊണ്ടേയിരിക്കും. ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ കൂടി ഈ ജന്മത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാ? ഈ ശരീരത്തിന് പല കർമ്മഫലവും അനുഭവിക്കേണ്ടതായുണ്ട്. പക്ഷേ ഇത് ഞാനും ഈ ശരീരമല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു സ്റ്റേറ്റിലോട്ട് സാധനങ്ങൾ ചെയ്താൽ എനിക്ക് വരുന്ന അനുഭവങ്ങളെല്ലാം സാക്ഷിഭാവത്തിൽ കാണാൻ പറ്റും നമുക്ക്. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഈ ശരീരത്തിനോട് ചേർന്ന് ഞാൻ ശരീരമാണെന്ന് ആ ധാരണയിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് വരുന്ന അനുഭവങ്ങളെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വരും. അതേ സമയത്ത് നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കി ഈ സാധനങ്ങൾ ചെയ്ത് ഈ ശരീരമല്ല, ഞാൻ ഈ പരമാത്മന്റെ അംശമെന്നുള്ള അതിലോട്ട് ഫിക്സായി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. എൻ്റെ ശരീരത്തിന് എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ എൻ്റെ ശാന്തത വിടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഈ രമണ മഹർഷിയും അതിന് എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. രാമകൃഷ്ണ പരമഹംസർക്കൊക്കെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. അവർക്ക് ആത്മസാക്ഷാത്കാരം കിട്ടിയ ജീവാത്മാക്കളാ. പക്ഷേ അവരുടെ ശരീരത്തിന് പ്രാരബ്ധം ഉണ്ടായി. ആ ജനിച്ചപ്പോൾ ഉണ്ടായ പ്രാരബ്ധം ആ ശരീരം അനുഭവിച്ചിട്ടേ ആ ശരീരം വിടത്തുള്ളൂ. പക്ഷേ ആ ജനിച്ചിരുന്നപ്പോൾ തന്നെ ആ മനസ്സ് ഈശ്വരൻ ലയിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള വ്യക്തികൾ ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഈ ശരീരമാണ് തോന്നുന്നിടത്തോളം കാലം എനിക്ക് ഈ ശരീരത്തിൻ്റെ ദുരിതങ്ങൾ ഞാൻ അനുഭവിക്കും. അതേ സമയത്ത് നമ്മൾക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സാധനകളിൽ കൂടി അതിനെ സാധനങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അടുത്ത് പറയാം എങ്ങനെ വേണം ഇതിനെ നമുക്ക് ഈ ആത്മസാക്ഷാത്കാരത്തിലോട്ട് പോകുന്നുണ്ടത്. ഇതിനെ ഞാൻ സാധനങ്ങൾ വഴി എൻ്റെ വാസനകളെ നിർമ്മാർജ്ജനം ചെയ്താൽ ഞാൻ ഈശ്വരനായി കഴിഞ്ഞു. ഈശ്വരനായി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരമായിട്ടുള്ള ബന്ധമില്ല. പക്ഷേ എല്ലാം സാക്ഷിഭാവത്തിൽ കാണാൻ പറ്റും. ഈ ശരീരം ഇരിക്കുന്നവരെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന സമയം വരെ നമുക്ക് എല്ലാ അനുഭവങ്ങളും, നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഉണ്ട്. അപ്പം ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ എല്ലാം ഒറ്റ അനുഭവം, രണ്ടില്ല, അവിടെ ദ്വൈതമില്ല, അവിടെ ഒന്നേ ഉള്ളൂ. എനിക്ക് രണ്ട് അനുഭവങ്ങളില്ല. ആനന്ദത്തിലായിരിക്കും എപ്പോഴും. ശരീരത്തിന് എന്ത് സംഭവിച്ചാൽ ഇതെല്ലാം എനിക്ക് സാക്ഷിഭാവത്തിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പൊ നമുക്കോ സാക്ഷിഭാവത്തിൽ കാണാൻ പറ്റും. ഓരോന്ന് സംഭവിക്കുമ്പോഴേ നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. മറ്റേത് ഈ ശരീരത്തിൽ സംഭവിക്കുന്നതെല്ലാം ഞാൻ മാറി നിന്ന് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ അവസ്ഥ. അവിടെ അനുഭവം ഇല്ല, ഒരേ ഒരു ഇത് ആനന്ദം മാത്രം. വെച്ചാൽ പെർമനന്റ് ആയിട്ടുള്ള പീസ്. ആ പീസിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഒരു ഫാക്ടേഴ്സിനും ഒക്കത്തില്ല. അങ്ങനെ ഒരു സ്റ്റേജാണ് ഈ ആത്മസാക്ഷാത്കാരം. അതാണ് മോക്ഷാവസ്ഥ. അപ്പം നമ്മൾ ഇതിനു വേണ്ടി ഇതാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതത്തെ എനിക്ക് കിട്ടിയ ജീവിതം എന്തിനു വേണ്ടിയാ? എനിക്ക് എൻ്റെ പ്രാരബ്ധത്തിനെ ഞാൻ അനുഭവിക്കുകയും വേണം. അതിന് തള്ളിക്കളയാൻ പറ്റത്തില്ല. എനിക്ക് ഈ പ്രാരബ്ധം, എനിക്ക് ഈ വാസനകൾ, ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല. എനിക്കൊന്നും ഞാൻ പോയി സന്യസിച്ച് അല്ലെങ്കിൽ ധ്യാനിച്ച് ഞാൻ ഈശ്വരൻ അങ്ങനെ ഒക്കത്തില്ല. നമ്മുടെ കൊണ്ടുവന്ന പ്രാരബ്ധം അനുഭവിച്ചിട്ട് വേണം ആ പ്രാരബ്ധങ്ങളെ ഞാൻ എങ്ങനെ ചെയ്യണം, എൻ്റെ കർമ്മഫലത്തിനെ ഞാൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണം, എങ്ങനെ ഇവിടെ കർമ്മം ചെയ്യണം എന്നുള്ളത്. അതാണ് സാധനകൾ. അത് ഈ ഭഗവത്ഗീതയിൽ ഈ ഉപനിഷത്തുകളുടെ എല്ലാ എസൻസ് ആണ് ഭഗവത്ഗീത. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ എങ്ങനെ വേണം നമ്മുടെ ആഗ്രഹങ്ങൾ വെച്ചാൽ നമ്മുടെ കർമ്മഫലത്തിലാണ്. എനിക്കിങ്ങനെ ഇതൊക്കെ അനുഭവിക്കണമെന്നുണ്ട്. അങ്ങനെ ഓരോന്ന് അനുഭവിക്കണമെന്നുണ്ടെങ്കിലോ ഞാൻ കർമ്മം ചെയ്യണം. എനിക്ക് നല്ല അനുഭവങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ചുമ്മാതും നല്ല അനുഭവം വരുമോ? ഞാൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് നല്ലത് വരും. ചില കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലതിന് വേണ്ടി ചെയ്തിരിക്കുമ്പോൾ എനിക്ക് ദോഷം വരും. അപ്പം ഈ കർമ്മത്തിനെ ഞാൻ എങ്ങനെ അനുഷ്ഠിക്കണം, എങ്ങനെ അനുഷ്ഠിച്ചാൽ എൻ്റെ വാസനകൾ നിർമ്മാർജ്ജനമാവും, അല്ലെങ്കിൽ ഈ വാസനകൾ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ കർമ്മഫലത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ കർമ്മത്തിൻ്റെ രൂപത്തിൽ ചെയ്താൽ കർമ്മഫലം കൂടിക്കൊണ്ടേ ഇരിക്കുന്ന കർമ്മഫലം കുറയത്തുമില്ല, കൂടുതൽ കൂടുതൽ ഞാൻ ആർജിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ കൂടുതൽ കൂടുതൽ ജന്മത്തിലോട്ട് പോകേണ്ട അവസ്ഥയുണ്ടാവും. അതേസമയത്ത് ഈ ആഗ്രഹങ്ങളെ, ഈ കർമ്മഫലത്തിനെ ഞാൻ ഈശ്വര സമർപ്പണം വെച്ചാൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ ഫലം എനിക്ക് വേണം എന്നുള്ള ചിന്തയില്ലാതെ, അതിനെ പറയുന്ന അഹന്താ മമതയില്ലാതെ, ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ ഫലം എനിക്ക് വേണം, ഈ രീതിയിൽ ചെയ്യാതെ ഈ പ്രസാദ ബുദ്ധി എന്ന് പറയും. നമ്മൾ എനിക്ക് കിട്ടിയ, എന്നിൽ നിന്ന് പോയത് എന്നിൽ വരണം. പക്ഷേ ഞാൻ എൻ്റെ കർമ്മങ്ങളെ ഞാൻ ഈശ്വര സമർപ്പണമായി, കാരണം ഈശ്വരൻ്റെ പ്രസൻസിലാണ് എനിക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ ബുദ്ധിയുടെ മിടുക്കുകൊണ്ടല്ല, എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടല്ല. ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ഈ ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഈ സമർപ്പണ ബുദ്ധിയിൽ ഞാൻ ഓരോ എൻ്റെ വാസന വെച്ചാൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങളെ ഈ രീതിയിൽ ഞാൻ ചെയ്താൽ പുതിയ വാസന ഉണ്ടാകത്തുമില്ല.
ഈ എക്സിസ്റ്റിംഗ് വാസനകളെല്ലാം പതുക്കെ പതുക്കെ ഡിമിനിഷായി വരികയും ചെയ്യും. സോ ഇതിനെ പറയുന്നതാണ് ധർമ്മം. ധർമ്മം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഗീത ആരംഭിക്കുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ശ്ലോകം ആരംഭിക്കുന്നത്. അവസാനിക്കുന്ന ശ്ലോകമുണ്ട്, 701 ശ്ലോകം, എത്ര യോഗേശ്വര കൃഷ്ണ എന്ന് പറഞ്ഞ അവസാനം മമയിലാണ്. സോ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവ ചൈവ കിമകുറുവത് സഞ്ജയ. അപ്പൊ ധർമ്മക്ഷേത്രയിൽ നിന്ന് ആരംഭിച്ച് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുധര തത്ര ശ്രീ വിജയോർ ഭൂതിർ ധ്രുവാനീതിർ മതിർ മമ. അവസാനിക്കുന്ന വേർഡ് മമ, ആരംഭിക്കുന്നത് ധർമ്മം. സോ ഗീത നമ്മൾ ഉൾക്കൊണ്ടാൽ എൻ്റെ ധർമ്മം എന്താണെന്ന് ഞാൻ തിരിച്ചറിയും. മമധർമ്മം, എൻ്റെ ധർമ്മം. എന്താണ് എൻ്റെ ധർമ്മം എന്ന് നമ്മൾ തിരിച്ചറിയും. ആ ധർമ്മത്തിൽ കൂടി നമ്മൾ പോയാൽ എനിക്ക് മോക്ഷാവസ്ഥ കിട്ടും ഈ ജന്മം തന്നെ. സോ ഇത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ എത്രത്തോളം പ്യൂരിഫൈ ചെയ്യാമോ, ആ പ്യൂരിഫിക്കേഷനാണ് നമ്മൾ ഈ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അപ്പം ഇതെങ്ങനെ പ്യൂരിഫൈ ചെയ്യാം? നമ്മൾക്ക് ഈ ഒരു അറിവൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കും. ഈ അറിവില്ല നമുക്ക്. അപ്പം ഞാൻ ഓരോ കർമ്മത്തിൽ ചെയ്യണോ? കർമ്മയോഗം. യോഗം വെച്ചാൽ കണക്ഷൻ എന്നുള്ളതായി, ആ ദൈവമായിട്ടുള്ള കണക്ഷൻ. ഞാൻ ഈശ്വരനിലാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ എൻ്റെ ബുദ്ധി അഹംബുദ്ധിയിലല്ല. ഞാൻ ശരീരമാണ്, അതാണ് ദേഹം ബുദ്ധി, അഹംബുദ്ധി. ഇത് നമ്മൾ ഈശ്വര ബുദ്ധി എന്നുവെച്ചാൽ സമർപ്പണ ഭാവത്തിൽ, കർമ്മയോഗത്തിൽ. സോ അത് ഈ 2 രീതിയിലാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇതെല്ലാം നമ്മൾ അനുഭവപ്പെടുന്ന ഇതിൽ കൂടെ, മനസ്സിൽ കൂടെ. എൻ്റെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ മനസ്സാണ് എൻ്റെ വാസനകളുടെ ഫസ്റ്റ് പ്രിഫറൻസ്. അതാണ് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളെല്ലാം എൻ്റെ വാസനയുടെ ഇൻഫ്ലുവൻസിലാണ്. അപ്പം ഈ മനസ്സ് വികാരമാണ്. ഇപ്പം നമ്മളെങ്ങനെ ജീവിക്കുന്നത്? എങ്ങനെയാ? നമ്മൾ ഓരോ ദിവസവും എഴുന്നേറ്റ് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടാവും. ചിലരുമായിട്ട് വഴക്കിടും, ചിലരുമായിട്ട് സ്നേഹമാവും, അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പം നമുക്ക് ഓരോ വികാരങ്ങളുണ്ടാവും. പെട്ടെന്നുണ്ടാവുന്നത് വികാരമാണ്. ഈ ശരീരത്തോട് ചേർന്നിരിക്കുന്ന വികാര മനസ്സാണ്. ദറ്റ് ഈസ് മനസ്സാണ് നമ്മുടെ. ഈ വികാരം അനുസരിച്ച് ഒരാൾ എന്നെ വഴക്ക് പറയുന്നു, എനിക്ക് ദേഷ്യം വരും. ഇപ്പം ഞാൻ ആ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ ഈ വികാരം അനുസരിച്ചാണ് നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഈ വികാരം അനുസരിച്ചല്ല ചെയ്യുന്നത്. നമ്മളെപ്പോഴും പഴമക്കാരെ പറഞ്ഞില്ലയോ, ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്, ഒന്നും എടുത്തുചാടി പ്രവർത്തിക്കരുതെന്ന് പറയും. ഈ എടുത്തുചാടി അതിൻ്റെ ഒരു അർത്ഥം എന്താ? നമുക്ക് ദേഷ്യവും വിഷമവും സങ്കടവും അസൂയ ഇതൊക്കെ ഉള്ള വികാരങ്ങളുണ്ടാവും. പക്ഷെ ആ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിനെ പറയുന്നതാണ് കർമ്മം. എൻ്റെ വികാരം നമ്മളെല്ലാം നമ്മളുടെ ശരികളിൽ കൂടാ പോകുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ശരികളുണ്ട്. ഇന്ന കാരണമുണ്ട് എനിക്കിതാ ശരി, എൻ്റെ ശരി വേറെ ആൾക്ക് തെറ്റായിരിക്കും. അവർക്ക് ആ തെറ്റിന് അവർക്ക് വേറെ പല ജസ്റ്റിഫിക്കേഷനും ഉണ്ട്. നമ്മൾ ഓരോരുത്തരും മൂവ് ചെയ്യുന്ന ധർമ്മത്തിലല്ല. നമ്മളെല്ലാം ജീവിതത്തിനെ കൊണ്ടു നടക്കുന്നത് നമ്മൾ എങ്ങനെയാ കൊണ്ടു നടക്കുന്നേ? അവരവരുടെ ശരികളിൽ കൂടിയാണ്. ഈ ശരിയും ധർമ്മവും ഒന്നല്ല. ഇപ്പം നമ്മുടെ ധർമ്മം എന്താ? ധർമ്മത്തിൻ്റെ ഒരു അർത്ഥമുണ്ട്. ധർമ്മം വെച്ചാൽ എന്നെ നിലനിർത്തുന്നത് എന്തോ അതിനു വേണ്ടി ആയിരിക്കണം, അതിനെ ബേസ് ആയിരിക്കണം എൻ്റെ കർമ്മം. എന്നെ നിലനിർത്തുന്ന ആരാ? എൻ്റെ ബുദ്ധി. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ എന്നുള്ള വ്യക്തിത്വം ഇരിക്കുന്നത് എൻ്റെ മിടുക്ക് കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും ഞാൻ ഇത്രയൊക്കെ ഈ ഒരു വ്യക്തിത്വം ഞാൻ നിലനിർത്തുന്നു എന്നാണ് നമ്മുടെ ധാരണ. സോ ഇതിന് അഹന്താമത. ഇത് നമ്മുടെ ഒരു ഫാൾസ് ഇല്യൂഷനായി. ഇതൊരു ഇല്യൂഷനാണ്, ഫാൾസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റായത്. ഞാനെന്നൊരു വ്യക്തി, ഈ അഹന്ത എന്ന് പറയും ഞാനെന്നൊരു വ്യക്തിയേ ഇല്ല. ആ ചൈതന്യം ഇല്ലെങ്കിൽ ഞാൻ ജഡമായി കഴിഞ്ഞു. ആ ചൈതന്യം പോകുന്നവരെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിൽ നിന്ന് ചൈതന്യം ഡിസ്കണക്റ്റ് ആയല്ലോ. ഈ ശരീരവും ഇതെല്ലാം ജഡവസ്തുക്കളാണ്. ഇതെപ്പോഴാണ് ലൈവ് ആവുന്ന ജീവനുള്ളത്? ആ ഈശ്വരന്റെ സാന്നിധ്യം ഉള്ളപ്പോഴാണ്. ഈ സാന്നിധ്യം ഉള്ളപ്പോഴും ഞാൻ ഈശ്വരന്റെ അല്ല, ഞാൻ പ്രത്യേക ഒരു വ്യക്തിയാന്നുള്ളൊരു തോന്നലിനെയാണ് ഈഗോ എന്ന് പറയുന്നത്. ഞാനെന്ന ഭാവം, അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചാൽ നമ്മൾ അതിനെ ബേസ് ചെയ്ത് കർമ്മങ്ങൾ കൊണ്ടുപോകരുത്. ഇപ്പം എൻ്റെ വ്യാവഹാരികതയിൽ എനിക്ക് 2 ധർമ്മങ്ങളുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ ധർമ്മവും ഒന്ന് മനസ്സിൻ്റെ ധർമ്മവും.
ഇപ്പൊ ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് മമ ധർമ്മം, എൻ്റെ ധർമ്മം എന്താണെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ ജീവാത്മാവ് രണ്ട് ഉപകരണങ്ങളുമായിട്ടാണ് ഈ ലോകത്തിൽ കഴിയുന്നത്. ഒന്ന് സൂക്ഷ്മ ശരീരവും ഒന്ന് സ്ഥൂല ശരീരവുമായിട്ട്. ഈ കാരണ ശരീരം എന്ന് പറയാൻ എന്തുവാ? ഈ ജീവാത്മാവിന്റെ അവ്യക്തമായ ഒരു അവസ്ഥയാണ്. മൂന്ന് ഗുണങ്ങളിൽ അധിഷ്ഠിതമായ ഈ ജീവാത്മാവിന്റെ അവ്യക്താവസ്ഥയാണ്. അത് പ്രകടമാവുന്ന എങ്ങനെയാ? ഈ സൂക്ഷ്മ ശരീരത്തിൽ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെയാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ. പിന്നെ ഈ ചിന്തകൾ എൻ്റെ ശരീരത്തെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. അപ്പൊ ഇത് പ്രകടമാകാൻ, എൻ്റെ ഈ കർമ്മഫലം പ്രകടമാകാൻ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉപയോഗിക്കുന്നു. ഈ രണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ജീവാത്മാവ് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും ഞാൻ ധർമ്മത്തിൽ കൊണ്ടുപോകണം. എനിക്ക് രണ്ട് ധർമ്മമുണ്ട്. ശരീരത്തിന്റെ ധർമ്മം വേറെ, മനസ്സിന്റെ ധർമ്മം വേറെ. അതുകൊണ്ടാണ് നമുക്ക് ഒന്ന് വ്യാവഹാരിക ധർമ്മം, ഒന്ന് പാരമാർത്ഥിക ധർമ്മം. നമ്മളിപ്പോ എല്ലാവരും വ്യാവഹാരിക ധർമ്മം മാത്രമേ അനുഷ്ഠിക്കുന്നുള്ളൂ. മനസ്സിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നില്ല. ആത്മീയത എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ ഭൗതികത്തിൽ ഈ ശരീരം മുതൽ വെളിയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ, ഇത് മൂന്നുമാണ് എൻ്റെ ലോകം. അപ്പം ഇതിൽ പുറകോട്ടുള്ള എൻ്റെ മനസ്സ് എവിടുന്ന് വന്നു, ഇത് എവിടാണ്, എന്തിനാണ് ഞാൻ ഈ ജീവിതം, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അറിയാത്തതിന് കാരണം എന്താ? നമ്മുടെ വാസന, അജ്ഞാനം. ഈ വാസനയെ പറയുന്ന അജ്ഞാനം. സഞ്ചിത വാസന പ്രാരബ്ധമായിട്ടിരിക്കുന്നു. അതാണ് എൻ്റെ അജ്ഞാനം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തിനെ ഒന്ന് മറയ്ക്കുന്നു. ഏതിനെ മറയ്ക്കുന്നു? ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധത്തെ മറയ്ക്കുന്നു. ഞാൻ ഈശ്വരൻ്റെ ഒരു അംശമാണ്, അതെനിക്ക് തോന്നുന്നേയില്ല. കാരണം എന്താ? എൻ്റെ തന്നെ വാസന, ഞാൻ ജന്മങ്ങളായിട്ട് ആർജിച്ചു കൊണ്ടുവന്ന വാസനയാണ് എന്നെ ആ ഈശ്വര ശക്തിയിൽ നിന്ന് മറയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഈ മനുഷ്യനുമാണ് ഏറ്റവും ഹയസ്റ്റ് എവല്യൂഷൻ, പരിണാമത്തിൽ ഏറ്റവും ഹയസ്റ്റ് നിൽക്കുന്നത് മനുഷ്യനാണ്. ഈ ജന്മത്തിൽ കൂടെ മാത്രമേ എനിക്ക് അടുത്ത ലെവലിലോട്ട് പോകാനൊക്കത്തുള്ളൂ. ഈ ശരീരത്തിന്റെ ഡെവലപ്മെന്റ് കഴിഞ്ഞു. എത്രയോ അമീബ തൊട്ട് സിംഗിൾ സെല്ലുള്ള ജീവജാലങ്ങൾ തൊട്ട് നമ്മൾ ഈ മനുഷ്യനാണ് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലെവൽ എവല്യൂഷൻ ആയി കഴിഞ്ഞു, പരിണാമം സിദ്ധിച്ചു കഴിഞ്ഞു. ഇനി പരിണാമം സംഭവിക്കേണ്ടത് എൻ്റെ മൈൻഡിനാണ്. പക്ഷെ നമ്മൾ മൈൻഡിനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല, അറിയുന്നേ ഇല്ല. അത് ഞാനാണെന്നുള്ള ധാരണത്തിൽ പോയി എൻ്റെ ബുദ്ധി, എൻ്റെ ശക്തി, ഇതൊക്കെയാണ് എൻ്റെ ഞാൻ പറഞ്ഞ ഒരു ഫാൾസ് പ്രിട്ടൻഷനാണിത്. നമ്മൾ പ്രിട്ടൻഡ് ചെയ്യാണ്, ഒരു ഫാൾസ് ഒരു പേഴ്സണാലിറ്റി. അത് നമ്മൾ ഇതിൽ വിശ്വസിക്കുകയാണ്. ഞാൻ ഈശ്വരനാണുള്ള അറിവേ എനിക്ക് ഉണ്ടാവുന്നില്ല. പിന്നല്ലയോ നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷറേ കിട്ടുന്നില്ല. ആരിതിലോട്ട് തിരിയുന്നു അവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഭൗതികത്തിലോട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇത് കോമൺ സെൻസിൽ കിട്ടുന്ന ഒരു സംഗതിയല്ല. ഒന്നീ ഗുരുവിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ നിന്ന് കിട്ടണം. അല്ലാതെ നമ്മൾ എത്ര അതിബുദ്ധിമാനായാലും അതിബുദ്ധിമതിയായാലും ഈ ഒരു അറിവ് നമുക്ക് കിട്ടത്തില്ല. ഇപ്പം നമ്മൾ ഈ അറിവിനെ സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിനെ പ്യൂരിഫൈ ചെയ്യുക. പ്യൂരിഫൈ വെച്ചാൽ ഞാൻ എൻ്റെ എമോഷൻസിനെ, എൻ്റെ വാസനയ്ക്കനുസരിച്ച് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ കൂടുതൽ ഞാൻ കർമ്മങ്ങൾ ചെയ്ത് കൂടുതൽ വാസനകൾ ആർജിച്ചുകൊണ്ടേയിരിക്കും, ജന്മങ്ങൾ കൂട്ടും. പക്ഷെ എനിക്കിനി പോകേണ്ടത് എങ്ങോട്ടാ? ആക്ച്വലി എനിക്ക് പോകേണ്ടത് ഈശ്വരനിലോട്ടാണ്. നമ്മളത് അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഈശ്വരൻ്റെ വിശ്വാസികളാണ്. ഞാൻ എൻ്റെ വാസനകളെല്ലാം സാധിച്ചു തരണം, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ശക്തിയായിട്ട് നമ്മൾ ഈശ്വരനെ കാണുന്നു. അത് നിർഗുണമാണ്, നിർഗുണ പരബ്രഹ്മമായ ഈശ്വരൻ. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പം നമ്മൾ നമുക്ക് രണ്ട് ധർമ്മങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ശരീരത്തിന്റെ ധർമ്മം, വ്യാവഹാരിക ധർമ്മം. ഈ വ്യാവഹാരിക ഇന്ററാക്ഷനിലെ നമ്മൾ ഈ ആത്മീയത എടുത്ത് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ, നമ്മളെടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ സ്വസ്ഥതയ്ക്കും സമാധാനം നമ്മുടെ മനസ്സിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ ഇരിക്കുന്നോ അവരുമായിട്ട് ഏതൊരു സിറ്റുവേഷൻ നമ്മൾ മാനേജ് ചെയ്യുന്നതോ അതുമായിട്ട് നമ്മൾ ഈ ആത്മീയതയുമായിട്ട് എടുത്ത് പ്രയോഗിച്ച് നമ്മൾ വഷളാക്കരുത്. അതിൻ്റെ എക്സാമ്പിൾ പറയാം. ഞാൻ ശരീരമല്ല, ഞാൻ ജീവാത്മാവാണ്, പരമാത്മാവിന്റെ അംശമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരാളെ കുത്തിക്കൊന്നിരിക്കട്ടെ, ഞാനല്ലത്, എൻ്റെ ശരീരം ചെയ്തു, ഞാനല്ല കുത്തിക്കൊന്നേ. കാരണം ഞാൻ ശരീരമല്ല, ശരീരമാ ചെയ്ത്. ഞാൻ എന്തോ അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇതിനു വേണ്ടി പറയുന്ന ഒരു കേസ് വന്നപ്പോഴേ ഞാനല്ല കൊന്നത്, എൻ്റെ ശരീരം കൊന്നതാണ്. അപ്പം ജഡ്ജി വിധിച്ചു, ശരീരത്തിനെ, ആ ജീവാത്മാവിനെ അങ്ങ് വെറുതെ വിട്ടേരെ, അയാൾക്ക് ജീവാത്മാവൊന്നും കൊന്നിട്ടില്ല, ആ ശരീരമാണ് ചെയ്തത്, ശരീരത്തിനെ തൂക്കിലേറ്റാൻ പറഞ്ഞു. ഇത് നമുക്ക് ഈ
സത്യങ്ങളെ എല്ലായിടത്തും വ്യാവഹാരികതയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത് നമ്മുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും ഇത് ആവശ്യമാണ്. ഞാൻ ഏത് കർമ്മപ്രവർത്തികൾ ചെയ്യുമ്പോഴും എനിക്ക് നല്ലതും ചീത്തയായിട്ട് അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾക്ക് നല്ലത് വന്നാലോ അത് എൻ്റെ ക്രെഡിറ്റ്, ഞാൻ ബുദ്ധിപരമായി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുണ്ടായ വിജയങ്ങളും എല്ലാമാണ്. ധനവും അത് ഏത് ആയിക്കോട്ടെ, ഏത് ലെവലിലും എൻ്റെ മിടുക്കുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് വരുന്നല്ല എൻ്റെ മിടുക്ക് കൊണ്ടും. എന്തെങ്കിലും എനിക്ക് പരാജയങ്ങൾ സംഭവിച്ചാലോ അതെൻ്റെ വിധിയാണെന്നും ഇത് എൻ്റെ കുഴപ്പമില്ല, മറ്റുള്ളവരെ കൊണ്ടാണ്, മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, മറ്റുള്ളവരാണ് ഇങ്ങനെ ആക്കിയത്, എൻ്റെ കുഴപ്പമല്ല, നമ്മൾ ഡിസോൺ ചെയ്യും. ഇതാണ് അഹന്ത മമതയിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ കർമ്മഫലം, എല്ലാവർക്കും കർമ്മഫലമുണ്ട്. ഈ മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും, ഏത് സ്റ്റേറ്റ് ഓഫ് ലെവലിലിരിക്കുന്നവർക്കും, ഈവൻ സന്യാസിമാർക്കും ഞാൻ പറഞ്ഞില്ലയോ, രാമകൃഷ്ണ പരമഹംസർക്കും രമണ മഹർഷിക്കും എല്ലാവർക്കും പ്രാരബ്ധമുണ്ട്. ഈ ശരീരം നമ്മൾ ജനിച്ചു തന്നെ ഈ പ്രാരബ്ധത്തിന് വേണ്ട, അതിൽ നിന്ന് ആരും മുക്തരല്ല. ജനിച്ചോ പ്രാരബ്ധമുണ്ട്. ഇനി അടുത്ത ജന്മം വേണോ വേണ്ട എന്ന് നമുക്ക് നിശ്ചയിക്കാം. അത് മനുഷ്യൻ മാത്രമേ ഒക്കത്തുള്ളൂ. അപ്പം നമുക്ക് തീരുമാനിക്കാം അടുത്ത ജന്മം എനിക്ക് എങ്ങനെ ഇരിക്കണം. ഇതുപോലൊരു ജന്മം എനിക്ക് വേണോ, ഇതിനെക്കാട്ടി ഉയർന്ന ജന്മം. ഇത് കഴിഞ്ഞ ജന്മത്തിൻ്റെ പ്രാരബ്ധം ഞാൻ അനുഭവിക്കുന്നെങ്കിൽ, എന്തോ ഈ പ്രാരബ്ധം കഴിഞ്ഞ ജന്മം വരെ ഉണ്ട്, ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലമാണ്. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് വരുന്നു, ചീത്ത പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്ത അനുഭവം വരുന്നു. അപ്പം എന്നിൽ നിന്ന് പോയത് എന്നിൽ തന്നെ തിരിച്ചു വരും, സൈക്ലിക്കാം. അപ്പം ഇന്നലത്തെ പ്രശ്നത്തിനായി, ഇന്നലെ ഞാൻ ചെയ്തു കൂട്ടിയ ദുരനുഭവം, ദുഷിച്ച കർമ്മങ്ങൾക്കാണെങ്കിൽ ഞാൻ ഇത് അനുഭവിക്കുന്നെങ്കിൽ, ഇന്നത്തെ കർമ്മത്തിനെ ഞാൻ പ്യൂരിഫൈ ഞാൻ നേരായ വഴി നിർത്തിയാൽ എനിക്ക് നാളെ നല്ലതായിരിക്കും. സോ ഇന്ന് ഞാൻ എൻ്റെ കർമ്മങ്ങളെ ധർമ്മത്തിൻ്റെ പാതയിൽ, വിവേകത്തിന്, അതാ നമ്മളെല്ലാവരും ഈ ധർമ്മത്തിനെ ഉൾക്കൊള്ളേണ്ടത്. എനിക്കൊരു വികാരമുണ്ട്, അത് അധർമ്മമാണ്. എൻ്റെ വികാരത്തിനനുസരിച്ച് ഞാൻ കർമ്മങ്ങൾ ചെയ്താൽ അത് അധർമ്മമാണ്. അതേസമയത്ത് എന്നിലൊരു ഈശ്വര ചൈതന്യം എന്നിൽ വിവേകമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് വിവേകത്തിൽ പ്രവർത്തിക്കണം, അതാണ് ധർമ്മത്തിൻ്റെ പാത. അപ്പോൾ ഈ വിവേകം എന്താണെന്ന് മനസ്സിലാകണം. നമുക്ക് ഈ ബുദ്ധിയുണ്ട്, ഈ ബുദ്ധിയാണോ വിവേകം? ബുദ്ധിയല്ല വിവേകം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ബുദ്ധി ആണോ വിവേകം? രണ്ടും ഒന്നാണോ, രണ്ടും രണ്ടാണോ? ഇനി ഒരു മിനിറ്റേ ഉള്ളൂ. രണ്ടും രണ്ടാണ്. ഈ ബുദ്ധി നമുക്ക് എങ്ങനെ പ്രകടമാകുന്നത്, വിവേകം എങ്ങനെ പ്രകടമാകുന്നത്, നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നെന്ന് പറയണേ അടുത്ത ക്ലാസ്സിൽ. എല്ലാവരും ചിന്തിച്ചിട്ട് വരണേ. നമ്മുടെ ബുദ്ധിയുണ്ട്, വിവേകമൊന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇന്റലക്ട് ആൻഡ് വിസ്ഡം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.